ആരോപണങ്ങൾക്ക് മൂർച്ച വയ്ക്കുമ്പോൾ നാടിനറിയാം തന്നെ എന്ന വാക്കുണ്ടാകും മുഖ്യമന്ത്രിയുടെ മറുപടികളിൽ എപ്പോഴും. ഉത്തരം പറയാൻ ഏതെങ്കിലും ഏജൻസിയുടെ നിർദ്ദേശത്തിന് കാത്തിരിക്കില്ല എന്ന നാടിനറിയില്ലേ എന്ന മാധ്യമങ്ങളോട് ചോദിച്ചത് 2020 മെയ് 19 ചോദ്യങ്ങൾക്ക് എന്തു മറുപടി പറയണമെന്ന PR ഏജൻസിയോട് ചോദിക്കാൻ ഞാൻ ചെവിയിൽ ഉപകരണമൊന്നും വെച്ചിട്ടില്ല എന്ന മാധ്യമങ്ങളെ പരിഹസിച്ചതും അന്നേ ദിവസം തന്നെയാണ്. ഇന്നിപ്പോൾ നാടിനറിയാൻ ഒരുപാട് ചോദ്യങ്ങളുണ്ട് മുഖ്യമന്ത്രി. കെയ്സൺ കമ്പനിയുമായി അങ്ങയുടെ ഓഫീസിന് എന്താണ് ബന്ധം? മുഖ്യമന്ത്രി അറിയാതെ ഓഫീസിൽ നിന്ന് ഏജൻസിയെ ആരെങ്കിലും നിയോഗിച്ചിട്ടുണ്ടോ? ബന്ധമില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഊനം തട്ടിച്ചവർക്കെതിരെ കേസെടുക്കേണ്ടേ? ഹിന്ദു ഡെപ്യൂട്ടി എഡിറ്റർക്കൊപ്പമുണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ CPIM മുൻ MLA മകനാണ് എന്നതിൽ മറുപടിയുണ്ടോ? ഈ ഏജൻസി BJP നേതാക്കളുടെ PR പണിയാണ് എടുക്കുന്നത് എന്ന പ്രതിപക്ഷാരോപണത്തിന് മറുപടിയുണ്ടോ? ADGP RSS കൂടിക്കാഴ്ചയിൽ ADGP അജിത് കുമാറിനോട് വിമർശനം ഇല്ലാത്തതുപോലെയാണോ ഏജൻസികളുടെ കാര്യത്തിലും? നാടിനറിയില്ല മുഖ്യമന്ത്രി, നാടിനറിയണ്ടേ? ചർച്ചയിൽ CPM പ്രതിനിധി ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, BJPയിൽ നിന്നും ഷാജി രാഘവൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ബഷീർ വള്ളിക്കുന്ന് എന്നിവരാണ്. അത് ഞാൻ VPP മുസ്തഫയിലേക്കാണ്. ശ്രീ VPP മുസ്തഫ, ഇപ്പോൾ നേരത്തോട് നേരമായിരിക്കുന്നു, 2 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വരാത്തത്? PR ഏജൻസിയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിട്ടും അത് വന്നില്ല എന്ന് പറയുന്നത് തന്നെയാണ് ഈ വ്യാജ വാർത്തകളുടെ ഒരു സൃഷ്ടിപ്പിന്റെയും അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തുന്നതിന്റെയും ഒരു രീതിശാസ്ത്രം. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്ന വിശദീകരണം ഒന്ന് പറയൂ, ഞാൻ കേട്ടില്ല. കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മന്ത്രിമാരും പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു PR ഏജൻസിയുടെ ഇന്നേ വരെയുള്ള ബന്ധം ഇല്ല. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടത് ഏതാണ്ട് 1.25 മണിക്കൂർ നേരമാണ്. വിശദമായൊരു മാധ്യമ സമ്മേളനമായിരുന്നു. റിപ്പോർട്ടർ ചാനലിന്റെ 1-ലധികം റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം മുഖ്യമന്ത്രിയോട് പലതവണയായി ആ വാർത്താ സമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രസാദ്, ഞങ്ങൾ ഒരുമിച്ച് SFI പ്രവർത്തിച്ചതാണ്. അദ്ദേഹം ആ മുഖ്യമന്ത്രിയുടെ ആ വാർത്താ സമ്മേളനം വന്ന് ലൈവായിട്ട് ഞങ്ങൾക്ക് കാണാൻ സമയമുണ്ടായിരുന്നത് കൊണ്ട് പ്രസാദ് നിരവധി തവണ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്. ഏത് PR ഏജൻസിയാണ് ആ വാർത്താ സമ്മേളനം തയ്യാറാക്കിയതും റിപ്പോർട്ടർ ചാനലിന്റെ പ്രസാദിനോട് ഇന്ന ചോദ്യങ്ങളായിരിക്കണം നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഏത് PR ഏജൻസിയാണ് അങ്ങനെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറായ പ്രസാദിനോട് പറയുകയും ചെയ്തിട്ടുള്ളത്? അതാണല്ലോ ചെവിയിൽ തിരികിയിരിക്കുന്ന സാധനത്തിലൂടെ നിങ്ങൾക്ക് നിർദ്ദേശം ലഭിക്കുന്നല്ലോ എന്ന് 2020 മുഖ്യമന്ത്രി പരിഹസിച്ചത്. ശ്രീ VPP മുസ്തഫ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇങ്ങനെ കറങ്ങി പിടിക്കണ്ടല്ലോ. അതിനുശേഷം നടന്ന സംഭവവികാസങ്ങളാണല്ലോ ഇപ്പോൾ ദ ഹിന്ദു നൽകിയിരിക്കുന്ന ഖേദപ്രകടനമാണല്ലോ നമ്മുടെ വാർത്തയുടെ പ്രധാന കേന്ദ്ര ബിന്ദു എന്നുള്ളത്. ആ വാർത്താക്കുറിപ്പ്, അവരുടെ ഖേദപ്രകടനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഒരു PR ഏജൻസിയാണ് ഞങ്ങളെ ബന്ധപ്പെട്ടതെന്നും PR ഏജൻസിയാണ് പിന്നീട് ഇന്ന കാര്യം കൂടി ചേർക്കാൻ ആവശ്യപ്പെട്ടതെന്നും അത് എഴുതി തന്നാൽ ചേർക്കാമെന്ന് പറഞ്ഞ് എഴുതി തന്നത് തങ്ങളുടെ പക്കലുണ്ട് എന്നും പറഞ്ഞിട്ടുള്ള ഖേദപ്രകടനം വന്നത് ഇന്നിപ്പോൾ പാർട്ടി മുഖപത്രത്തിൽ ഹിന്ദുവിന്റെ ഖേദപ്രകടനം വാർത്തയാണ്. പക്ഷെ അതിൽ ആദ്യ വരിയില്ല. അതായത് PR ഏജൻസി എന്നൊരു വാചകമേ ഇല്ല, ഖേദപ്രകടനം മാത്രമായി കൊടുത്തിരിക്കുന്നു. അതെന്താണ് അങ്ങനെ? മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങളാണ് വന്നത്. ഈ കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഹിന്ദുവിലെ വാർത്ത പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി നേരിട്ട് കത്തായി എഴുതി ഇമെയിൽ അയച്ചു. അത് ഉടനെ തന്നെ മണിക്കൂറുകൾക്കകം തന്നെ ഹിന്ദുവിന്റെ വിശദീകരണം വരികയുമാണ്. ആ വിശദീകരണമാണ് നമ്മുടെ വാർത്ത ശ്രീ VPP മുസ്തഫ. ആ വിശദീകരണമാണ് നമ്മുടെ വാർത്ത ശ്രീ VPP മുസ്തഫ. അതേക്കുറിച്ചാണല്ലോ പറയുന്നത് നിങ്ങൾ. കാരണം നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോന്ന് കൈവിട്ട് പോവുകയാണല്ലോ. കാരണം വയനാടിനെ കുറിച്ച് നിങ്ങൾ എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും ഇതിലേക്ക് വരൂ. ദയവ് ചെയ്ത് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ശ്രീ VPP മുസ്തഫ. ആകെ 1 മണിക്കൂർ 2 ബ്രേക്കുമുണ്ട്. താങ്കൾ ഒന്ന് സമയപരിമിതി കൂടി പരിഗണിച്ചുകൊണ്ട് പറയൂ.
അങ്ങനെ നിങ്ങൾക്ക് സൗകര്യമുള്ള സെലക്ഷൻ മാത്രം നടത്താൻ കഴിയില്ലോ. നിങ്ങൾ കൊടുത്ത വാർത്തയെ കുറിച്ചാണ് ഞാനും പറയുന്നത്. നമ്മുടെ വിഷയത്തെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കുന്നത്. വിഷയം പറഞ്ഞ ശേഷമാണ് അതിഥികളെ വിളിക്കുന്നത്. അല്ല കാരണം അത് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ പിന്നെ നിങ്ങൾ ഇന്നലെ തുടങ്ങിയത് എങ്ങനെയാ? ഇതിപ്പോ ഇന്നിങ്ങനെ തുടങ്ങുന്നതല്ലോ. ഇന്നലെ തുടങ്ങിയത് എങ്ങനെയാ? ഇന്നലെ ചർച്ചകൾ നടത്തിയത് മുഖ്യമന്ത്രി മലപ്പുറത്തിനെതിരെ പറഞ്ഞു, മലപ്പുറത്തെ ആക്ഷേപിച്ചു, ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്ഷേപിച്ചു. ഇത് പറഞ്ഞിട്ട് തുടങ്ങിയവരല്ലേ? ഇന്നിപ്പോ അതിനെ കുറിച്ചില്ലല്ലോ. അങ്ങനെ മലപ്പുറത്തെ ആക്ഷേപിക്കുന്ന ഒരു വാചകം ആ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി പറയാതിരുന്നിട്ടും അത് ചേർക്കാൻ വേണ്ടി ഒരു PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ വന്നുകൊണ്ട് പറയുന്നു. അതിനനുസരിച്ച് എഴുതി തന്നാൽ കൊടുക്കാമെന്ന് പറയുകയും എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുമാണല്ലോ ഡെപ്യൂട്ടി എഡിറ്റർ പറയുന്നത്. ശോഭന കെ നായരുടെ വിശദീകരണക്കുറിപ്പ് അങ്ങനെയാണല്ലോ ശ്രീ VPP മുസ്തഫ. എന്തുകൊണ്ടാണ് പാർട്ടി മുഖപത്രത്തിൽ ഈ വാർത്ത വരുമ്പോൾ PR ഏജൻസിയുടെ റോൾ നിങ്ങൾ തമസ്കരിച്ചത്? നിങ്ങളുടെ വാക്കാണല്ലോ തമസ്കരിക്കൽ. ആ തമസ്കരിച്ചത് എന്തുകൊണ്ടാണ്? അർത്ഥസത്യങ്ങൾ മാത്രമായി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണത് തമസ്കരിക്കൽ എന്ന് പറയുന്നത്. ഞാൻ ഈ തമസ്കരണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് ശ്രീ VPP മുസ്തഫ. PR ഏജൻസിയുടെ റോൾ തമസ്കരിച്ചത് എന്തുകൊണ്ട് ശ്രീ VPP മുസ്തഫ? PR ഏജൻസി എന്ന് ഏർപ്പെടുത്തിയിട്ടില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തുകൊണ്ട് ഈ ഘട്ടമായിട്ടും പ്രതികരിക്കുന്നില്ല? നിങ്ങൾ ഇത്ര കാര്യമായി ദേശാഭിമാനി പത്രം സൂക്ഷ്മമായി വായിക്കുന്നയാൾ ഇന്ന് പകല് വന്ന ദേശാഭിമാനിയുടെ ഓൺലൈൻ എഡിഷന്റെ വാർത്തകൾ കൂടി വായിക്കൂ. അങ്ങനെയാണോ? പത്രം വായിക്കുന്നവർ ഓൺലൈൻ എഡിഷൻ കൂടി വായിക്കണമെന്നതാണോ ലൈൻ? വാർത്തകൾ കൂടി വായിക്കൂ. ഇനി അതുപോലെ ഇനി ദേശാഭിമാനി വായിക്കാൻ ഇന്ന് നേരം കിട്ടിയിട്ടില്ല. നിങ്ങളെ പോലെ മറ്റൊരു ചാനലാണല്ലോ കൈരളി. അതിൽ വന്നിട്ടുള്ള ഇത് സംബന്ധിച്ച CPIM-ന്റെ വിശദീകരണവും വാർത്തകളും കൂടി കേൾക്കൂ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ തന്നെ CPIM-ന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നൽകിയ വിശദീകരണവും നിങ്ങൾ പറഞ്ഞു. PR ഏജൻസിയെ കുറിച്ച് എന്തോ തമസ്കരിച്ച് PR ഏജൻസിയെ കുറിച്ച് മിണ്ടാതെ പോയി എന്നൊക്കെ വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ ഭാഗമാണ്. വളരെ കൃത്യമായിട്ട് PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം വ്യക്തത വരുത്തൂ ശ്രീ VPP മുസ്തഫ. മുഖ്യമന്ത്രിക്ക് ഒരു PR ഏജൻസി വേണോ എന്ന ചോദ്യം ആർക്കും ചോദിക്കാം. ആ ചോദ്യമാണല്ലോ ഈ മന്ത്രിമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് പ്രതികരിക്കാത്തത്? നേരത്തോട് നേരമായി ശ്രീ VPP മുസ്തഫ, നിങ്ങൾക്ക് ഹിന്ദു പത്രത്തിന്റെ ഖേദപ്രകടനം സ്വീകാര്യമാണോ? അതെങ്കിലും ഒന്ന് പറയാമോ? അത് സ്വീകാര്യമാണോ? ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ മുഖ്യമന്ത്രിക്കോ അങ്ങനെ ഒരു PR ഏജൻസിയുമില്ല. അത് വളരെ കൃത്യമാണ്. ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ആ പറയുന്നത് പോലെ തന്നെ ശ്രീ VPP മുസ്തഫ, മുഖ്യമന്ത്രി PR ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് പോലെ തന്നെയുള്ള ഒരു സത്യമാണ്. അതുപോലെ തന്നെയുള്ള ഒരു സത്യമാണ് കെൻസൺ എന്ന PR ഏജൻസിയുടെ 2 പ്രതിനിധികൾ ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നത്. അതിലൊരാൾ CPM-ന്റെ മുൻ MLA-യുടെ മകൻ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി ഇന്ന് പുറത്തു വരികയാണ്. 2 പേരാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്. ഏജൻസിയുടെ 2 പ്രധാനപ്പെട്ട ആളുകൾ അതിൽ പങ്കെടുത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നല്ലോ. അപ്പോൾ എന്താണ് അവരുടെ റോൾ? ആരാണ് അവരെ നിയോഗിച്ചത്? മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരെങ്കിലും നിയോഗിച്ചോ? ഇത്ര വലിയ PR ഏജൻസി, ബഹുരാഷ്ട്ര കമ്പനികളിലെ അടക്കം PR എടുക്കുന്ന ഏജൻസിയാണ്. വലിയ പണം കൊടുക്കേണ്ട സംവിധാനമാണ്. അപ്പോൾ അത് ആര് ചെയ്തു? അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നൊരു വാചകം പോലും കേട്ടില്ലല്ലോ. ഹരിപ്പാട് മുൻ MLA-യും CPIM-ന്റെ ആലപ്പുഴയിലെ നേതാവുമായ സഖാവ് TK ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യൻ, അദ്ദേഹം പഠിക്കുന്ന കാലത്ത് SFI-യുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. ഹൈദരാബാദിലെ IFLU-യിലെ അതുപോലത്തെ ഒരു വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ SFI-യുടെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന രാഷ്ട്രീയ നയതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുടെ ടീമിൽ ദീർഘകാലം പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. അത് എല്ലാ പാർട്ടികൾക്കും, കോൺഗ്രസിന് വേണ്ടി, തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി, ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി, ഇങ്ങനെ പല പാർട്ടികൾക്ക് വേണ്ടിയും ദീർഘകാലമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ CPIM മുൻ MLA-യുടെ മകനും പഴയ SFI നേതാവുമായിട്ടുള്ള സുബ്രഹ്മണ്യൻ. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയോഗിച്ചതാണ് എന്ന് പറയുന്നതിൽ നിലവിൽ അദ്ദേഹം ശ്രീ VPP മുസ്തഫ, താങ്കൾ അദ്ദേഹത്തിന്റെ പഴയ കാര്യങ്ങൾ പറഞ്ഞു. നിലവിൽ അദ്ദേഹം എന്താണ്? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഏജൻസിയോ പറഞ്ഞോ ഞങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയിട്ടോ ആണ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരത് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞതുപോലെ അക്നോളജ് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായ യാഥാർത്ഥ്യം. അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് ഏറ്റവും ഒടുവിൽ 1.25 മണിക്കൂർ പത്രസമ്മേളനം നടത്തിയിട്ട്
റിപ്പോർട്ടർ ചാനലിന്റെ വളരെ പ്രഗത്ഭരായ ചോദ്യങ്ങളെ പോലും നേരിട്ട ഒരു ബോധിച്ചു. അത് നന്നായി ബോധിച്ചു ശ്രീ പി മുസ്തഫ. ശരി, ജിൻഡോയിലേക്ക് പോകുന്നു. ജിൻഡോ, PR ഏജൻസി പറയാത്തിടത്തോളം കാലം PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്തത് എന്ന് പറയാത്തിടത്തോളം കാലം CPM-ന് PR ഏജൻസിയോട് ചോദ്യമില്ല. ജിൻഡോ, തെറ്റായ അങ്ങേയറ്റം മോശമായ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതിയാണിത്. സ്മൃതി, എനിക്ക് മനസ്സിലാകാത്തത് ഈ VPP മുസ്തഫ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം നമ്മൾക്ക് ആർക്കും മനസ്സിലാകാത്ത കുറെ യുക്തികളാണ് പറയുന്നത്. എന്തോ ആയിക്കൊള്ളട്ടെ, ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ അദ്ദേഹത്തോട്. ഹിന്ദു പത്രം നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറഞ്ഞത് പ്രകാരമുള്ള തിരുത്തൽ കൊടുത്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഹിന്ദു പത്രത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യ വാചകത്തിൽ തന്നെ പറയുന്ന ഈ PR ഏജൻസി എന്ന് പറയുന്ന കേഴ്സൺ കമ്പനിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? അങ്ങനെ ഒരു കമ്പനി ഇല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ, അങ്ങനെ ഒരു ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ അവരുടെ റെപ്രസെന്റേറ്റീവ്സ് എഴുതി തയ്യാറാക്കി നൽകിയ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടേത് എന്നുള്ള രീതിയിൽ പ്രസിദ്ധീകരിച്ച ഹിന്ദു പത്രത്തിനെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാത്രം മാനത്തിനും അഭിമാനത്തിന്റെയും പ്രശ്നമല്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള ആ ഭരണഘടനാ സ്ഥാപനത്തിനെതിരായിട്ടുള്ള ഒരു വ്യാജ വാർത്തയാണെന്ന് നമ്മൾ വിചാരിക്കണ്ടേ? നിങ്ങൾ പറയുന്ന വാദം അംഗീകരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞതായിട്ട് പ്രസിദ്ധീകരിച്ചു വന്നിരിക്കുന്ന ഒരു വ്യാജ വാചകത്തിനെതിരെ നിങ്ങൾക്ക് പരാതിയില്ലേ? CPM എന്ന് പറഞ്ഞ പാർട്ടിക്ക് അതിലൊരു പരാതിയില്ലേ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അങ്ങനെ ഒരു PR ഏജൻസി ഉണ്ടെങ്കിൽ, ഹിന്ദുവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു PR ഏജൻസി ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്റ്റൻ മാത്രമല്ല പെരും കള്ളത്തരം പറയുന്ന ആൾ കൂടിയാണെന്ന് വ്യക്തമാക്കപ്പെടുകയാണ്. കാരണം 2020 ഏപ്രിൽ മാസം 19-ാം തീയതി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് PR ഒന്നുമില്ല, ഞാൻ വെറുതെ PR ഇല്ലാതെ കയ്യിലൂത്ത് നടത്തുന്ന ആളാണെന്ന്. ഇപ്പോൾ കേരളത്തിന്റെ മുമ്പിൽ വെളിവാക്കപ്പെടുന്നു അദ്ദേഹം PR-ഓട് കൂടിയാണ് കയ്യിലൂത്ത് നടത്തുന്നതെന്ന്. ഇനി അങ്ങനെ ഒരു PR ഏജൻസി മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റിനൊപ്പം, മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂവിനോടൊപ്പം ആളുകൾ രണ്ടുപേര് പങ്കെടുത്തു കൊണ്ട് അങ്ങനെ ഒരു PR ഏജൻസി ഉണ്ടെങ്കിൽ ആ PR ഏജൻസിക്ക് ഈ കരാർ കൊടുത്തത് ആരാണ്? ആര് വഴിയാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്? അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല എന്ന് പാർട്ടി പറയുമ്പോൾ, പാർട്ടി പോലും അറിയാതെ അത്തരത്തിൽ PR ഏജൻസി മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് പണി നടത്തുന്നുണ്ടെങ്കിൽ അത് ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അന്വേഷിക്കണ്ടേ? നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ, നിങ്ങളുടെ ചാനൽ പ്രതിനിധികളല്ലേ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞത് ഇന്ത്യയിലെ 1-ാം നമ്പർ ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലേതെന്ന്? അപ്പോൾ അങ്ങനെ 1-ാം നമ്പർ ആഭ്യന്തര വകുപ്പ് അന്വേഷിക്കണ്ടേ? ഈ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് മാനക്കേടുണ്ടാക്കുന്ന, ആ മന്ത്രിയുടെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്ന, കേരള സംസ്ഥാനത്തിന് തന്നെ ഇന്ത്യയിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു പ്രസ്താവന വ്യാജമായിട്ട് ഉണ്ടാക്കി പ്രസിദ്ധീകരിച്ച ആളുകൾക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കാൻ കേരളത്തിലെ ഈ ആഭ്യന്തര വകുപ്പിന് ശേഷിയില്ല എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ പിണറായി വിജയനും മോദിക്കും ഒരേ PR ഏജൻസിയാണ്. റിലയൻസിനും രാജീവ് ചന്ദ്രശേഖരനും ബന്ധമുള്ള PR ഏജൻസി, അത് മോദിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന PR ഏജൻസി, അതെങ്ങനെ പിണറായി വിജയന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ വന്നു എന്ന് ചോദിച്ചാൽ അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നടന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ 8 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം RSSന് അനുകൂലമായിട്ട്, BJPക്ക് അനുകൂലമായിട്ട് സംഘപരിവാർ താല്പര്യങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി മാത്രമല്ല, നിങ്ങളുടെ ഹരിപ്പാട് MLA ആയിരുന്ന ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യൻ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നു. എങ്കിൽ അങ്ങനെ പങ്കെടുത്തോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ കേരളത്തിലെ ഈ 1-ാം നമ്പർ ആഭ്യന്തര വകുപ്പിന് സാധിക്കില്ലേ? അങ്ങനെ അന്വേഷിക്കണ്ടേ? ഇനി പിണറായി വിജയൻ അറിയാതെയാണ് ഈ ആളുകളെയൊക്കെ തിരികെ കയറ്റിയതെങ്കിൽ അന്വേഷിക്കണ്ടേ? ഹിന്ദു പത്രത്തിനെതിരെ അന്വേഷണം വേണ്ടേ? കേസൻ എന്ന് പറഞ്ഞ കമ്പനിക്ക്, PR കമ്പനിക്കെതിരെ അന്വേഷണം വേണ്ടേ? ഈ TD സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആൾ ഉൾപ്പെടെ അവിടെ പങ്കെടുത്തോ എന്ന് അന്വേഷിച്ച് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തണ്ടേ? CPM-ന്റെ പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയ ഒരു കാലഘട്ടമല്ലേ? നിങ്ങളുടെ സാധാരണപ്പെട്ട സഖാക്കന്മാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള മിനിമം ബാധ്യത പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ പാർട്ടിയെ ബോധ്യപ്പെടുത്തില്ലെങ്കിലും കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ശമ്പളം കൊടുക്കുന്ന ഞങ്ങളെ പോലുള്ള നികുതിദായകരെ ബോധ്യപ്പെടുത്താനുള്ള മിനിമം മര്യാദ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത് കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത ആളുകളെ, ആ ആളുകളെ കണ്ടെത്താൻ ഇതേവരെ കേരള പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുന്ന രീതിയിലുള്ള നാണം കെട്ട വാദമാണ് നിങ്ങൾ വീണ്ടും ഉന്നയിക്കുന്നത്. പഴയ വിജയനായിരുന്നെങ്കിൽ ഒരുപാട് കാര്യം ചെയ്തേനെ എന്നൊക്കെ പറയുന്ന വിജയനെ നമ്മൾ നിയമസഭയിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ പുതിയ വിജയൻ ഇത്രത്തോളം പരാജയനാണ് എന്ന് നമ്മൾ ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. കാരണം സ്വന്തം പേരിന്റെ പേരിൽ, സ്വന്തം ഇതിൽ അദ്ദേഹം ഒരു പത്രത്തിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ വരെ സംഘപരിവാർ താല്പര്യങ്ങൾ തിരികെ കയറ്റുന്നവർക്കെതിരെ യാതൊരു പ്രതിഷേധവുമില്ലാത്ത പിണറായി വിജയൻ എന്നല്ല പറയാൻ പറ്റുക, PR പരാജയൻ എന്നാണ് പറയാൻ പറ്റുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്,
മുഖ്യമന്ത്രിയുടെ മറുപടി വേണമെന്ന് പൊതുസമൂഹവും മാധ്യമപ്രവർത്തകരും പ്രതിപക്ഷവും ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ മുസ്തഫ പറഞ്ഞൊരു മറുപടിയാണ് ഏറ്റവും കൗതുകകരം. എന്താണ്? നിങ്ങൾ കൈരളി ചാനൽ കാണണം, ദേശാഭിമാനിയുടെ ഓൺലൈൻ വാർത്ത വായിക്കണമെന്ന്. ഞങ്ങൾക്ക് സൗകര്യമില്ല മുസ്തഫ. ഞങ്ങൾ നികുതി കൊടുക്കുന്നത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ശമ്പളം കൊടുക്കാനാ. 10-12 ഉപദേശകർക്ക് ഞങ്ങൾ ശമ്പളം കൊടുക്കുന്നില്ലേ? ഇത്രയും ഉപദേശകരുള്ള മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ വായിൽ എന്താ നാവിറങ്ങിപ്പോയോ? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റാത്തത്? ADGP എന്തിനാ RSS നേതാക്കന്മാരെ കണ്ടത് എന്നുള്ളത് ഇതേവരെ നമ്മുടെ മുമ്പിൽ മറുപടിയില്ല. 16 മാസക്കാലം മുഖ്യമന്ത്രി അറിഞ്ഞിട്ടത് മൂടി വെച്ചത് എന്തിനാണുള്ളത്? മറുപടിയില്ല. പൂരം കലക്കിയത് ആരാണെന്നുള്ള കാര്യത്തിൽ മറുപടിയില്ല. അതിൽ പൂരം കലക്കിയതിന് നേതൃത്വം കൊടുത്തവർക്കെതിരെ നടപടി എന്താണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തതും ഉണ്ടാക്കിയതും ആരാണെന്ന് ചോദിക്കുമ്പോൾ മറുപടിയില്ല. മലപ്പുറം എന്നൊരു ജില്ലയെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രസ്താവന നടത്തുന്നു. അത് എന്തിന്റെ പേരിൽ, എത്ര കേസുകൾ അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നുള്ളതിന് ഡാറ്റ ചോദിക്കുമ്പോൾ അതിനും മറുപടിയില്ല. PR ഏജൻസി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടില്ല, ഉണ്ടു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള അഴകുഴമ്പൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ എന്നിട്ട് പറയാ കൈരളി ചാനലും ദേശാഭിമാനി പത്രവും വായിക്കണമെന്ന് പറഞ്ഞാൽ സൗകര്യമില്ല മുസ്തഫ. ഞങ്ങൾക്ക് മറുപടി കിട്ടേണ്ടത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്നാണ്, മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നാണ്. അതിന് സാധിക്കില്ലെങ്കിൽ കൽപ്രതിമയ്ക്ക് തുല്യമായിട്ട് വായിൽ പഴം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി രാജിവെച്ച് പുറത്തു പോകണം. ശ്രീ ഷാജി രാഘവൻ, മുഖ്യമന്ത്രി ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് BJP നിർദ്ദേശിച്ച ഏജൻസിയാണ് ആ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. BJP നേതൃത്വത്തെ സന്തോഷിപ്പിക്കാനാണ് ഈ ഏജൻസിയെ കാര്യങ്ങൾ ഏൽപ്പിച്ചത് എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മഹാരാഷ്ട്രയിൽ BJPയുടെ നാവായി പ്രവർത്തിക്കുന്നത് ഈ ഏജൻസിയാണ് എന്ന് കൂടിയാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട BJP നേതാക്കൾക്ക് വേണ്ടി ഈ ഏജൻസി പ്രവർത്തിച്ചതിന്റെ മറ്റു വിവരങ്ങളും പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് ഈ കാര്യത്തിൽ മറുപടി? അല്ല സ്മൃതി, നമ്മുടെ ക്യാപ്ഷൻ തന്നെ നാടിനറിയേണ്ടതെന്നാണ്. ശരിക്കും ഈ ഒരു PR ഏജൻസി ചുറ്റിപ്പറ്റി മാത്രമുള്ള കാര്യങ്ങളല്ല നാടറിയേണ്ടത്. ഈ PR ഏജൻസിയെ പറ്റിയിട്ട് മാത്രം സംസാരിക്കാനാണെങ്കിൽ താങ്കൾ സൂചിപ്പിച്ച് തുടങ്ങി വെച്ചത് തന്നെ BJP നിർദ്ദേശിച്ച എന്നൊരു വാക്ക് ഞാൻ കേട്ടു. ഈ PR ഏജൻസി എന്ന് പറയുന്നത് അതേതെങ്കിലും ഒരു പ്രത്യേക കോർപ്പറേറ്റ് പാർട്ടിക്കോ കൊടുത്തിട്ടുള്ള അവർ പ്രൊഫഷണൽ ഗ്രൂപ്പുകളാണ്. അവരെ ഇതിപ്പോൾ ഇവിടെ കെയ്സൺ എന്ന കമ്പനിക്ക് BJPയോട് ചേർത്ത് കെട്ടുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമാണുള്ളത്. അല്ലാതെ കെയ്സൺ കമ്പനിക്ക് ആരുടെ PR വർക്ക് ചെയ്യണം? ഇവിടെ ഇപ്പം CPM-നെ സംബന്ധിച്ചിടത്തോളം, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിനോട് പറയേണ്ട മറുപടി ഈ പറയുന്ന PR ഏജൻസിയെ പറ്റിയിട്ടല്ല, ഈ PR ഏജൻസിക്ക് കൊടുത്ത പണം എവിടെ നിന്നാണെന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കെയ്സൺ പോലുള്ള വൻകിട അന്താരാഷ്ട്ര തലത്തിലെ വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഈ ഒരു PR ഏജൻസിയെ CPM-നോ മുഖ്യമന്ത്രിക്കോ അങ്ങനെ വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്നതല്ല. അപ്പോൾ ഈ പണം ആരാണ് കൊടുക്കുന്നത്? മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടാണോ, അതോ പാർട്ടിയാണോ, അതോ ഗവൺമെൻറ് ആണോ? ഗവൺമെൻറ് ആണെങ്കിൽ അവർ ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം സാധാരണക്കാരൻ്റെ ആ പണം എടുത്തിട്ട് ഈ തരത്തിലുള്ളൊരു വലിയ തോതിൽ PR ഏജൻസിക്ക് ചെലവഴിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ശരിക്കും ഇന്നിപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താ സ്മൃതി? ഈ PR ഏജൻസി എന്ന് പറഞ്ഞ് കോൺഗ്രസും ഒക്കെ ഒരു പുകമറ സൃഷ്ടിക്കുമ്പോൾ അവർ മനഃപൂർവ്വം തമസ്കരിക്കുന്നൊരു വിഷയമുണ്ട്. ആ വിഷയമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി PR അൻവർ കേരളത്തിനോട് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പലവട്ടം മലക്കം പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യത്തെ സംഭവം അല്ലല്ലോ. ഇന്നിപ്പോൾ ഈ പറയുന്ന ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ഒരു അദ്ദേഹവുമായിട്ട് നടത്തിയ അഭിമുഖത്തിൻ്റെതെന്ന് പറഞ്ഞു വന്ന ഒരു വാർത്ത, അത് ഹിന്ദു പത്രത്തിനെ കൊണ്ട് ക്ഷമ പറയിപ്പിക്കാൻ അവർക്ക് സാധിക്കും, അല്ലെങ്കിൽ തിരുത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇതേ മുഖ്യമന്ത്രി ഇതിനു മുമ്പ് 2 ഇടങ്ങളിൽ, തിരുവനന്തപുരത്തും എറണാകുളത്തും ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെയുള്ളവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? അപ്പോൾ അദ്ദേഹം ഇതൊരു മലക്കം മറിച്ചതിനുള്ള കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഹിന്ദു പത്രത്തിൽ ഇത് വരുന്നത് 30-ആം തീയതി കാലത്താണ്. ആ 30-ആം തീയതി കഴിഞ്ഞ് ഒരു പകലും രാത്രിയും കഴിഞ്ഞ് 1-ആം തീയതി ഉച്ചയോടുകൂടിയാണ് തിരുത്തൽ വേണം എന്ന് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും ഒക്കെ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമില്ലേ? അത് ചർച്ച ചെയ്യണ്ടേ? ഇത് കാണിക്കുന്നത് മുഖ്യമന്ത്രിയും പാർട്ടിയും ചെന്ന് ചാടിയിരിക്കുന്ന വലിയ പ്രതിസന്ധിയാണ്, ഊരാ കൊടുക്കാണ്. അതുകൊണ്ടാണ് ഈ തരത്തിലുള്ളൊരു പ്രവർത്തനമായിട്ട് അല്ലെങ്കിൽ ഒരു തിരുത്തലുമായിട്ട് ഇവർ മുന്നോട്ട് വരുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. തുടക്കം തൊട്ട് നമ്മളൊന്ന് അതിൻ്റെ നാൾവഴികളിലൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കൂ. ശ്രീ അൻവർ വലിയ വിവാദം അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ കേരളത്തിൻ്റെ മുമ്പിൽ വെച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം ചെയ്തത് എന്താ? ആ അൻവർ പറഞ്ഞ കാര്യങ്ങളെ സ്വീകരിച്ചുകൊണ്ട്, അത് അംഗീകരിച്ചുകൊണ്ട് ഏതാണ്ട് 8ഓളം ഉദ്യോഗസ്ഥരെ മലപ്പുറം ജില്ലയിൽ സ്ഥലം മാറ്റിയിട്ടില്ലേ? SP ഉൾപ്പെടെ DYSPക്ക് ഉപരിയുള്ള 8ഓളം ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റിയില്ലേ?
അപ്പോൾ അന്ന് മുഖ്യമന്ത്രി ആദ്യം എടുത്ത നിലപാട് എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞത് അവിടെ കള്ളക്കടത്തുണ്ട്, അവിടെ ഹവാല പണം ഒഴുകുന്നുണ്ട്, അതിനെതിരെ പ്രതിജ്ഞാബദ്ധമായ നടപടികൾ എടുക്കുന്ന ഗവൺമെൻറ്റാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആദ്യം ചെയ്തത് 8 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുക. പക്ഷേ PV അൻവറിനെ അതിനുശേഷം അദ്ദേഹം 2-3 തവണ ബന്ധപ്പെടുന്നു, അദ്ദേഹത്തെ വിളിക്കും. നമ്മൾ ഇരട്ടക്കങ്ങനെന്നാ പറയുക. ഏജൻസിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരാതിയില്ല, നിങ്ങൾക്ക് അതിൽ വിമർശനമില്ല അല്ലേ ശ്രീ ഷാജി രാഘവൻ? ആര് പൈസ കൊടുത്തു എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അല്ലല്ല PR ഏജൻസിയിൽ ചർച്ച ഒതുങ്ങാതെ മുഖ്യമന്ത്രിയുടെ മലക്കം മറിച്ചിൽ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതാണ്. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധികൾ ചർച്ച വഴിമാറ്റി വിടുന്നു എന്നുള്ളതാണ്. എന്താണ് ചർച്ച വഴിമാറ്റിയത്? ആ കോർ വിഷയം എന്താ? ആ കോർ വിഷയം അല്ല, ഹിന്ദുവിന്റെ ഖേദപ്രകടനമാണ് നമ്മുടെ വിഷയം. ഹിന്ദുവിന്റെ ഖേദപ്രകടനമാണല്ലോ നമ്മുടെ വിഷയം. ആ ഖേദപ്രകടനത്തിലൂടെ വെളിപ്പെട്ടിരിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ വിഷയം. അല്ല, ഹിന്ദു ഖേദപ്രകടനം നടത്തിയത് എപ്പോഴാ? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു കത്ത് കിട്ടിയതിന് ശേഷമാണ്. ഈ മുഖ്യമന്ത്രിയുടെ കത്ത് എപ്പോഴാണ് ഹിന്ദുവിന് കിട്ടുന്നത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. 30-ാം തീയതി രാവിലെ വാർത്ത വന്ന് ഒരു പകലും രാത്രിയും കഴിഞ്ഞ് 1-ാം തീയതി ഉച്ചയോടുകൂടിയാണ് കത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാലവിളംബരം ചർച്ച ചെയ്യണ്ടേ? PR ഏജൻസി മാത്രം ചർച്ച ചെയ്താൽ മതിയോ? അപ്പോൾ അതിൻ്റെ സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും പാർട്ടിയും പോയി പെട്ടു. ആ പെടലെന്ന് പറയുന്നത് മുഖ്യമന്ത്രി അറിയാതെ പറഞ്ഞതൊന്നുമല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, PR ഏജൻസി എന്ന് പറയുന്ന സംവിധാനത്തെ പറ്റിയിട്ട് ഇവർ പറഞ്ഞ രീതി ഒന്ന് ആലോചിച്ച് നോക്കും. മുഖ്യമന്ത്രി പത്രസമ്മേളനം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറയാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതിക്കൊണ്ട് കൊടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. വിശദീകരണം അങ്ങനെയാണ് പുറത്തു വരുന്നത്. ഇത് ഏത് നാട്ടിലാണ് ഇതൊക്കെ പറയുന്നത്? എന്ത് ന്യായീകരണം അതിനെപ്പറ്റി പറയുന്നത്? മുഖ്യമന്ത്രി പറഞ്ഞതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ആർക്കും സംശയമില്ല. കാരണം മുഖ്യമന്ത്രി പത്രസമ്മേളനങ്ങളിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അദ്ദേഹം തിരുത്തിയ സാഹചര്യം, അതാണ് അവർ കേരളത്തോട് പറയേണ്ടത്. അതാണ് BJPക്ക് പറയാനുള്ളത്. ശ്രീ ബഷീർ വള്ളിക്കുന്നിൽ, ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന 2 വിവരങ്ങൾ, റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്, മുഖ്യമന്ത്രിയെ ഇന്റർവ്യൂ ചെയ്യാൻ ഹിന്ദുവിലെ ഡെപ്യൂട്ടി എഡിറ്റർക്കൊപ്പം ഉണ്ടായിരുന്ന 2 പേരിൽ ഒരാൾ CPMന്റെ MLA TK ദേവകുമാറിന്റെ മുൻ MLA ദേവകുമാറിന്റെ മകൻ സുബ്രഹ്മണ്യനാണ്. കൈസനിൽ 75% ഓഹരിയുള്ള റിലയൻസിന്റെ ഷെൽ കമ്പനിയായ മേവനിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. കൈസൻ ഗ്രൂപ്പിന്റെ CEO വിനീത് ഹണ്ടയും ഈ കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഹാൻഡെ ഇപ്പോൾ ഹിന്ദുവിൽ മാത്രമല്ല ഹിന്ദുസ്ഥാൻ ടൈംസിനോടും എക്കണോമിക് ടൈംസിനോടും ഒക്കെ അഭിമുഖം സംഘടിപ്പിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമീപിച്ചിരുന്നു എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. ഇതിൽ എന്തുകൊണ്ടായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും PR വിഷയവുമായി ബന്ധപ്പെട്ട് ധാരാളം കൺഫ്യൂഷൻ നമുക്കിപ്പോ ഇവിടെ ഉണ്ട്. ക്ലിയർ ചെയ്യേണ്ട ഡൗട്ടുകളുണ്ട്. ആരാണ് ഈ PR ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയത്? മുഖ്യമന്ത്രി ഇവിടെ തിരുവനന്തപുരത്ത് ഉള്ളപ്പോൾ തിരുവനന്തപുരത്തേക്ക് ഇങ്ങോട്ട് വന്നതല്ല. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് ഒരു ദേശീയ മാധ്യമവുമായി അഭിമുഖം നടത്തണമെന്ന് പിന്നെ അങ്ങോട്ട് ചെന്ന് ആവശ്യപ്പെടുകയാണ്. ഹിന്ദു പത്രം ഇങ്ങോട്ട് വന്നതല്ല. അവർ വളരെ കൃത്യമായി അവരുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നു, കൈസൺ ഏജൻസി ഞങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഇതുവരെ ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട ആളുകൾ പലരും പറയുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല എന്ന്. ഇരിക്കട്ടെ, അവർക്ക് അങ്ങനെ ഒരു PR ഏജൻസി ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഈ PR ഏജൻസിയുടെ 2 ആളുകൾ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സ്ഥലത്ത്, ഹിന്ദുവിന്റെ പ്രതിനിധി സംസാരിക്കുന്ന സ്ഥലത്ത് അതേ റൂമിൽ എങ്ങനെയാണ് ഈ 2 പേര് ഇരിക്കുക? ഇപ്പൊ എനിക്കോ സ്മൃതിക്കോ മുഖ്യമന്ത്രി മറ്റൊരു ചാനലുമായി അഭിമുഖം നടത്തുന്ന റൂമിൽ അങ്ങ് കയറി ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. കടക്ക് പുറത്ത് എന്ന് പറയില്ല മുഖ്യമന്ത്രി. അപ്പൊ ഇവർ 2 പേർ അവിടെ ഇരുന്നിട്ട് മുഖ്യമന്ത്രി അവരെ മുൻനിർത്തി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ വന്നത് 2 പേർ ആരാണെന്നത് മുഖ്യമന്ത്രിക്ക് കൃത്യമായി അറിയാം. അപ്പൊ അവര് മുഖേന അതിനാവശ്യപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, എന്തിനാണ് ഈ PR ഏജൻസിയുടെ മെക്കിട്ട് കയറുന്നത് എന്നാണ്. PR ഏജൻസി പിന്നെ ഒരു കൃത്യമായ രേഖയോടുകൂടി ഹിന്ദുവിന് കൊടുത്തത് മുഖ്യമന്ത്രി പറഞ്ഞ അതേ കാര്യമാണ്. മുഖ്യമന്ത്രി ഇവിടെ 10 ദിവസം മുമ്പ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ അതേ കാര്യമാണ്. അതിൽ അവരുടെ നമുക്ക് ആകെ വിയോജിപ്പുണ്ടാകും 1-2 പദപ്രയോഗങ്ങളിൽ മാത്രമാണ്. നാടിനെതിരായ കുറ്റകൃത്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്ന് ചേർത്തു. അപ്പൊ നാടിനെതിരായ കാര്യം എന്നത് ആന്റി നാഷണൽ ആക്ടിവിറ്റീസ് എന്ന് അവർ ചേർത്തു. അത്രമാത്രമേ അവരുടെ വക ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ മലപ്പുറം ജില്ലയെ പിൻ പോയിന്റ് ചെയ്ത് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ നമ്മൾ ഈ സംഭവങ്ങളുടെ ഈ ക്രോണോളജി ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ
അൻവർ ഇത്തരം ഗുരുതരമായ പോലീസിലെ സംഘീവൽക്കരണത്തെ കുറിച്ച് ഗുരുതരമായ ആരോപണം ഉയർത്തിയതിനു ശേഷം പിടിപ്പുകേടുകളുടെ ഒരു പരമ്പര തന്നെയാണ് ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിസഭയും നടത്തിയിട്ടുള്ളത്. സൂചി കൊണ്ടെടുക്കേണ്ട കാര്യം തൂമ്പ കൊണ്ടെടുക്കുന്ന വിധത്തിൽ ഇത് വഷളാക്കി അനുദിനം വഷളാക്കി ഇപ്പൊ PR നിൽക്കുകയാണ്. ഇപ്പൊ അന്ന് തന്നെ ഈ സംഘീവൽക്കരണത്തെ കുറിച്ച് ഗൗരവതരമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ആ ADGPയോട്, നിങ്ങൾ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള കേരളത്തിലെ പിന്നെ ADGP ആണ്, ആ ചുമതലയിൽ നിന്ന് താങ്കളൊന്ന് മാറി നിൽക്കുക, തൽക്കാലത്തേക്ക് താങ്കളുടെ പേരിൽ അന്വേഷണം നടക്കുന്നുണ്ട്, ഗുരുതരമായ RSSന്റെ ദേശീയ നേതാക്കളെ രഹസ്യമായി കണ്ടു എന്ന ആരോപണമുണ്ട്, ഭൂമി കൈമാറ്റം നടത്തി, റെഡി ക്യാഷിന് ഭൂമി കൈമാറ്റം നടത്തി, ഭൂമി കച്ചവടം നടത്തിയെന്ന ആരോപണമുണ്ട്, കൊലപാതകം ആരോപണമുണ്ട്, സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന ആരോപണമുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP ആണ്. അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണവും അതുപോലെ DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കാൻ പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്നുകൂടി മുഖ്യമന്ത്രി റിപ്പോർട്ട് വരട്ടെ എന്നാണ് CPയോട് പറഞ്ഞിരിക്കുന്നത് ശ്രീ ബഷീർ വള്ളിക്കുന്ന്. അതിൽ അദ്ദേഹത്തിന് കൃത്യമായ തീരുമാനമുണ്ട് DGPയുടെ റിപ്പോർട്ട് വരുന്നവരെ. എങ്ങനെ റിപ്പോർട്ട് ഈ അന്വേഷണം നടക്കുന്ന ഇപ്പോ സർവ സന്നാഹങ്ങളോടെ ഒരു ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ച് അന്വേഷണം നടത്തി എന്ത് റിപ്പോർട്ടാ വരിക എന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ റിപ്പോർട്ടിന് വേണ്ടി ഇവിടെ ആരും കാത്തു നിൽക്കുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊന്ന് മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇടതുപക്ഷ പ്രവർത്തകരുടെ മനസ്സിനെ പോലും നോവിക്കുന്ന രൂപത്തിൽ അവർക്ക് പോലും മറുപടി പറയാൻ കഴിയാത്ത ഒരു ദുരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെയും ഈ പാർട്ടിയുടെ ഘടകങ്ങളെയും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. താങ്കൾ ഇതിന്റെ ക്രോണോളജി പറഞ്ഞതുകൊണ്ട് എന്തിനാണ് മുഖ്യമന്ത്രി മലപ്പുറത്തെ സ്വർണ്ണക്കടത്തിന്റെ കണക്കുകൾ പറഞ്ഞത്? അവിടെ പോലീസ് ഡാൻസ് ഓഫും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് അൻവർ പറഞ്ഞതിനെ ഖണ്ഡിക്കാനാണല്ലോ. അങ്ങനെയാണല്ലോ ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം അൻവറിന്റെ ആരോപണം വളരെ സ്പെസിഫിക് ആയിരുന്നു. കാലിക്കറ്റ് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് എയർപോർട്ടിലെ കസ്റ്റംസ് അതോറിറ്റിയും പുറത്തെ പോലീസും ചേർന്ന് കൂട്ടുകച്ചവടം നടത്തുകയാണ്. സ്വർണ്ണക്കടത്തിൽ അന്വേഷണത്തിന്റെ വഴി സ്വർണം അവർ തട്ടിയെടുക്കുന്നു എന്ന ആരോപണമാണ്. അത് കാലിക്കറ്റ് എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ് അൻവർ നടത്തിയത്. പക്ഷെ കാലിക്കറ്റ് എയർപോർട്ടിലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ അത് മലപ്പുറം ജില്ലയുടെ കണക്ക് പറയേണ്ട ആവശ്യം എന്തുണ്ട്? കേരളത്തിൽ 4 എയർപോർട്ടുകളേ ഉള്ളൂ. 4 എയർപോർട്ടുകൾ 4 ജില്ലകളിലാണുള്ളത്. അപ്പൊ നിങ്ങൾ ഈ 4 എയർപോർട്ടുകളിലും വരുന്ന കള്ളക്കടത്തിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും കസ്റ്റംസ് തിരിമറിയുടെയും ഒക്കെ കണക്ക് ഈ 4 ജില്ലകൾക്ക് കൊടുത്താൽ ബാക്കി 10 ജില്ലകളും സേഫ് ആയോ? ഈ 10 ജില്ലകളിൽ ഒന്നും നടക്കുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം? ഈ മലപ്പുറം ജില്ലയിൽ ഒരു എയർപോർട്ട് ഉണ്ട്, 4ഓ 5ഓ ജില്ലക്കാർ ഉപയോഗിക്കുന്ന ഒരു എയർപോർട്ടാണിത്. ഈ മലപ്പുറം ജില്ലയിൽ സ്വർണം കടത്തുന്ന പോലീസുകാരെ കുറിച്ച് ആരോപണം ഉന്നയിച്ചപ്പോഴാണല്ലോ ഈ കണക്കുകൾ മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ പോലീസിനെ മനോവീര്യം തകർക്കാതിരിക്കാൻ പോലീസിനെ അനുകൂലിച്ചുകൊണ്ട് നടത്തിയ പ്രതികരണമാണ് പിന്നീട് കണ്ടത്. അതിന്റെ തുടർച്ചയായിട്ട് വേണം ശ്രീ ബഷീർ വള്ളിക്കുന്ന്, ഞാൻ പൂർത്തിയാക്കട്ടെ. അദ്ദേഹം ഡൽഹിയിൽ ഈ പറഞ്ഞ ഈ അഭിമുഖം നൽകുമ്പോൾ ഈ ഭാഗം വിട്ടുപോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന CPMന്റെ മുൻ MLAയുടെ മകൻ സുബ്രഹ്മണ്യനാണ്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി തരണമെന്ന് ഹിന്ദുവിന്റെ ഡെപ്യൂട്ടി എഡിറ്റർ ആവശ്യപ്പെടുന്നത്. അത് എഴുതി കൊടുത്തു. അത് ഹിന്ദു പുറത്തു വിടണമെന്ന് ഹിന്ദു തീരുമാനിക്കണം. കാരണം ഹിന്ദുവിനെതിരെയും ഇപ്പോൾ പറയുന്നില്ല, PR ഏജൻസിയെ പറ്റി മിണ്ടുന്നേയില്ല. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല, ഞങ്ങൾക്കൊരു PR ഏജൻസിയുടെ ആവശ്യമില്ല എന്നിങ്ങനെ തുടർച്ചയായി പറഞ്ഞതുകൊണ്ട് മന്ത്രിമാർ പുറത്തിറങ്ങി പറഞ്ഞുകൊണ്ട് കാര്യമായില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾ തന്നെ ഇതിനു മുമ്പത്തെ ഒരാഴ്ച മുൻപ് തന്നെ ഇന്ന് മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിലുണ്ട്. ഈ പറയുന്ന ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മലപ്പുറത്തെ ഈ വിഷയം തന്നെ മറ്റൊരു PR ഏജൻസി അവിടുത്തെ പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് ആ ഭാഗമായിട്ട് കൊടുക്കുകയാണത്രേ. വിശദീകരണമായി കൊടുക്കുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള വിശദീകരണമായിട്ട് ആ രൂപത്തിൽ കൊടുക്കുന്നു എന്ന്. അപ്പോൾ വേറൊരു PR ഏജൻസി കൂടി ഇൻവോൾവ് ആണ് എന്നുള്ള വിവരമാണ്. ഇതേ വിവരം കൊടുക്കാൻ അപ്പോൾ ഇത് ദേശീയ തലത്തിൽ ചർച്ചയാകണമെന്ന കൃത്യമായ ഉദ്ദേശ്യമുണ്ട് ശ്രീ ബഷീർ വള്ളിക്കുന്ന്. അപ്പോൾ ആ ഉദ്ദേശം CPMന്റെ ഉദ്ദേശമാണോ, സർക്കാരിന്റെ ഉദ്ദേശമാണോ, അതോ മുഖ്യമന്ത്രി നിർബന്ധിതനാവുകയാണോ എന്ന ചോദ്യമാണുള്ളത്. ആ ചോദ്യം തന്നെയാണ് സംശയത്തിന്റെ മുൾമുനയിലാണ് ഈ സർക്കാർ മുഖ്യമന്ത്രി ഇപ്പോൾ നിൽക്കുന്നത്. അതിലല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തണം. ഇപ്പൊ നിങ്ങൾ ചോദിക്കൂ, ഈ വാർത്ത തന്നെ വന്ന ശേഷം മലപ്പുറം ജില്ലയെ ആന്റി നാഷണൽ ആക്ടിവിറ്റീസിനും ഈ ഹവാലക്കും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന വാർത്ത വന്നിട്ട് 30 മണിക്കൂർ മിണ്ടാതെ ഇരുന്നു. നമ്മൾ ഈ സോഷ്യൽ മീഡിയ യുഗത്തിലാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രാവിലെ 5 മണിക്ക് പത്രം ഇറങ്ങിയാൽ 6 മണിക്ക് പ്രതിഷേധക്കുറിപ്പ് കൊടുക്കാം, 6 മണിക്ക് ഹിന്ദുവിനെ കൊണ്ട് തിരുത്തു വരുത്തിക്കാം, അവരുടെ ഓൺലൈൻ പോർട്ടലിൽ തിരുത്തു വരുത്തിക്കാം. പക്ഷെ ഇതൊന്നും ചെയ്തില്ലല്ലോ. ഈ 30 മണിക്കൂർ ഈ വാർത്ത
ലോകം മുഴുക്കെ പ്രചരിക്കുകയായിരുന്നില്ലേ? സോഷ്യൽ മീഡിയയിൽ സൈബർ പട മലപ്പുറത്ത് പറഞ്ഞ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പിന്നെ സൈബർ വിങ്ങിന്റെ അറ്റാക്ക് നടക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം. ആ പാവങ്ങള് ഇത് മുഖ്യമന്ത്രി പറഞ്ഞതാണെന്ന് വിശ്വസിച്ചിട്ട് അതിനെ ന്യായീകരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ആലോചിക്കുക, പറയേണ്ട സമയത്ത് മറുപടി കൊടുക്കാൻ ശ്രമിക്കുന്നില്ല, ക്ലാരിറ്റി വരുത്തേണ്ട സമയത്ത് ക്ലാരിറ്റി വരുത്തുന്നില്ല. ഇപ്പൊ പണ്ട് ആരോ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, ഈ കള്ളം കയറി 3-ാം ദിവസം പട്ടി കുരച്ചു എന്ന്. കള്ളം കയറി 3-ാം ദിവസം പട്ടി കുരച്ചിട്ട് ഒരു കാര്യമില്ല. കള്ളം കയറുന്ന സമയത്ത് പട്ടി കുരക്കണം, അപ്പോഴേ കള്ളനെ പിടിക്കാൻ കഴിയൂ. ഈ വാർത്ത, മലപ്പുറം ജില്ലക്കെതിരായ ഈ വാർത്ത ലോകം മുഴുക്കെ പ്രചരിക്കുകയും അത് വരുത്തേണ്ട ഡാമേജ് മുഴുവൻ ഉണ്ടാക്കുകയും ചെയ്ത ശേഷം ഈ പ്രതികരണം കൊണ്ട് നമ്മൾ എന്താ നേടാൻ പോകുന്നത്? അപ്പൊ ഞാൻ പറയുന്നത്, ക്ലാരിറ്റി വരുത്തേണ്ട സമയത്ത് കൃത്യമായ ക്ലാരിറ്റി വരുത്തണം. ഇത് അൻവറിനെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട് അൻവറിനെ തന്നെ ഒരു സ്വർണ്ണക്കടത്തുകാരനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ADGP കൊടുത്ത കണക്ക് മുഖ്യമന്ത്രി ഒന്ന് വായിക്കുക ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കണക്കും ഈ ജില്ല തിരിച്ചിട്ടുള്ള കണക്കും ഒക്കെ അപ്പൊ ഈ ADGP കൊടുത്ത കണക്ക് വായിക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മലപ്പുറം ജില്ലയിലെ പിൻ പോയിന്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പൊ നമ്മൾ മലപ്പുറം ജില്ലയുടെ പേര് പറയുന്നതിലോ മലപ്പുറം ജില്ലയിലെ ആളുകൾ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണക്ക് പറയുന്നതിലോ ഒന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. മലപ്പുറം ജില്ലക്കെതിരെ സംഘപരിവാരം വ്യാപകമായ രൂപത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു കേന്ദ്രമാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ട് കൃത്യമായ അജണ്ടയോടുകൂടി പ്രചരണം നടത്തുന്ന ഒരു കാലമാണ്. നിങ്ങൾക്കറിയില്ലേ, ഒരു ആന ചത്തിട്ട് ഒരു ആന പിന്നെ പന്നിപ്പടക്കാണെന്ന് തോന്നുന്നു, അത് ഒരു പിന്നെ പഴത്തിൽ കടിച്ചു പൊട്ടിച്ച് ആന ചത്തപ്പോ മലപ്പുറം ജില്ലക്ക് ഇത് എന്തൊക്കെ പ്രചാരണം ഉണ്ടായത്? പിന്നെ മേനകാ ഗാന്ധിയുടെ ട്വീറ്റ് നിങ്ങൾ കണ്ടിരുന്നില്ലേ? മലപ്പുറം ഈസ് ഫേമസ് ഫോർ ഇറ്റ് ഇസ് ഇന്റൻസ് ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ട്വീറ്റ് ചെയ്യുക ചെയ്തത് ഒരു ആന ചത്തതിന്. ആന പിന്നെ സ്ഫോടനം അടക്കമുള്ള ഒരു പഴം കഴിച്ച് പൊട്ടിത്തെറിച്ച് മരിച്ചതിന്. സത്യത്തിൽ ആന ചത്തത് മലപ്പുറം ജില്ലയിലായിരുന്നില്ല, അത് പാലക്കാട് ജില്ലയിലായിരുന്നു. പക്ഷെ മലപ്പുറം ജില്ലയിലാണെന്ന് പ്രചരണം നടത്തിയിട്ട് ഇത് ക്രിമിനൽ ആക്ടിവിറ്റീസിന്റെ ഒരു കേന്ദ്രമാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു ജില്ലക്കെതിരെ ബോധപൂർവം ആ ജില്ലയിലെ മനുഷ്യരെയും ആ ജില്ലയിലെ എല്ലാ സാംസ്കാരിക അടയാളങ്ങളെയും റദ്ദ് ചെയ്യുന്ന രൂപത്തിൽ ഇത്തരം വിഷപ്രചാരണങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് ഒരു എയർപോർട്ടിലെ കണക്കെടുത്തിട്ട് ഒരു ജില്ലക്ക് നേരെ ആട്രിബ്യൂട്ട് ചെയ്ത് മുഖ്യമന്ത്രി പറയുന്നത്. അത് പറയേണ്ട ആവശ്യം എന്തുണ്ട്? അൻവർ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ സംഘപരിവാരത്തിന് പിന്നെ പോയിന്റ് ഇട്ട് കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന ആരോപണമൊന്നും പിന്നെ മനസ്സിൽ പറയുകയോ അത് സോഷ്യൽ മീഡിയയിൽ എഴുതുകയോ ചെയ്യുന്ന ആളല്ല. മുഖ്യമന്ത്രിയുടെ PR ഏജന്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയിരുന്ന ആളുകളാണ് സൈബർ മേഖലയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഈ വിഷയത്തിൽ അൻവറിനെ അടിക്കാൻ വേണ്ടിയിട്ട് ADGP കൊടുത്ത സാധനം മുഖ്യമന്ത്രി എടുത്ത് വായിക്കുകയാണ്. അപ്പൊ ഈ 4 എയർപോർട്ടിലെ കണക്കുകൾ പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഒരു ജില്ലയിലേക്ക് ഇതിനെ ആട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ഡാമേജ് ഉണ്ടാക്കുകയാണ് ഇവിടെ മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? ദേശീയ മാധ്യമത്തോട് അങ്ങോട്ട് പോയി എനിക്കൊരു അഭിമുഖം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ദേശീയ തലത്തിൽ എന്തോ പറയാൻ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്നാണല്ലോ അതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ മലപ്പുറം ജില്ലയുടെ കാര്യം അതിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം 5 മണിക്ക് പത്രം ഇറങ്ങിയാൽ 6 മണിക്ക് ഹിന്ദുവിന്റെ എഡിറ്ററെ വിളിക്കണം മുഖ്യമന്ത്രി. അതല്ലെങ്കിൽ 6 മണിക്ക് മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറയണം. ഈ സോഷ്യൽ മീഡിയ കാലത്തല്ലേ നമ്മളൊക്കെ ജീവിക്കുന്നത്. വിമർശനം വന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇന്നലെ വൈകിട്ട് സന്ധ്യ കഴിഞ്ഞു പ്രതികരിക്കുന്നു. അതിനുശേഷം ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ആ കാര്യത്തെ കൂട്ടി പരിശോധിച്ചിട്ടില്ല, അത് മുഴുവൻ കണ്ടിട്ടില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ട് PR ഏജൻസിയുടെ കാര്യം പറയാതെ വിടുകയാണ്. ഇപ്പോൾ ഇന്ന് രാത്രിയായി കഴിഞ്ഞിരിക്കുന്നു, ഇതുവരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതികരിക്കാനായിട്ടില്ല. മന്ത്രിമാരാകട്ടെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കൊരു PR ഏജൻസിയുടെ ആവശ്യമില്ല. PR ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി, ഒരു സംശയവുമില്ല. അത് ഓരോ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ സർക്കാരിന് വേണ്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, CPM വേണ്ടി ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ തെറ്റു പറയുന്നുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്, കോൺഗ്രസിനുമുണ്ട്, BJPക്കുമുണ്ട്, അല്ലേ? അതല്ലാതെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ, ഇന്റർവ്യൂവിൽ കാര്യങ്ങൾ തിരികെ കയറ്റാൻ ഇതിനൊക്കെ ആര് പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട വിഷയമല്ലേ? അതൊരു PR ഏജൻസി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എന്തിനാണ് അതിന് ചുമതലപ്പെടുത്തുന്നത്? തീർച്ചയായിട്ടും PR ഏജൻസി ഉള്ളതിനെ ഒന്നും ഇപ്പൊ ആരും കുറ്റം പറയുന്നില്ല. PR ഏജൻസി എല്ലാവർക്കും ഉണ്ട്, എല്ലാ സ്ഥാപനങ്ങൾക്കുണ്ട്, സർക്കാരുകൾക്കൊക്കെ PR ഏജൻസി ഉണ്ടാകാം. പക്ഷെ അത് തുറന്നു പറയുന്നില്ല. ഇതിനാണ് അത്ര മടിക്കുന്നത്? അത് അത്തരം ഒരു PR ഏജൻസിയെ വെച്ച് ഇങ്ങനെയുള്ള കളികൾ ആരെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ആളുകൾ കളിച്ചോ? അതല്ലെങ്കിൽ PR ഏജൻസിയുമായി മറ്റാർക്കെങ്കിലും പാർട്ടിയുടെ ആർക്കെങ്കിലും രഹസ്യബന്ധമുണ്ടോ? മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഇങ്ങനെ കൊടുക്കണമെന്നും മലപ്പുറത്തെ അതിൽ ഹൈലൈറ്റ് ചെയ്യണമെന്നൊക്കെ PR ഏജൻസിയോട് ആരെങ്കിലും മുഖ്യമന്ത്രിക്ക് വേണ്ടി ആവശ്യപ്പെട്ടോ? ഇതൊക്കെ മുഖ്യമന്ത്രി അറിയാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ?
ഈ കാര്യത്തിലൊക്കെ കൃത്യമായ അന്വേഷണവും കൃത്യമായ വിശദീകരണവും കൊടുക്കേണ്ടതുണ്ട്. ശരി, ഇപ്പോ ശ്രീ പി. PR വർക്ക് എല്ലാവരും നടത്തുന്ന ശ്രീ പി മുസ്തഫ, ഈ PR ഏജൻസിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് താങ്കളുടെ മറുപടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇത്രയും പേര് പറഞ്ഞു, 3 പേര് പറഞ്ഞല്ലോ, അപ്പോൾ അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രീ പി മുസ്തഫ, താങ്കൾക്ക് മറുപടി നൽകാം. ഇവിടെ ദൗർഭാഗ്യകരമായ ഒരു സംഗതി, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെ ഈ കാള പെറ്റെന്ന് കേൾക്കുമ്പോ കയറെടുത്ത് നിലവിളിക്കുകയാണ് ഇടതുപക്ഷത്തിനെതിരെയാണെങ്കിൽ. അതിന്റെ ദുര്യോഗമാണ് ഇന്നത്തെ ഈ ചർച്ചയും എന്ന് പറയുന്നത്. ഓരോ ദിവസം ഓരോന്നെടുത്ത് ഇങ്ങനെ മാറ്റി മാറ്റി പിടിച്ച് ഇടതുപക്ഷം, മുഖ്യമന്ത്രി, ഈ ഗവൺമെന്റ് എല്ലാം മഹാമോശമാണ് എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള ശ്രമമല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, നിങ്ങൾ തന്നെ മറ്റൊരു രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നോക്കിയോ. ഇപ്പോ സ്മൃതി, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം CPIM നടത്തിയ റിവ്യൂ റിപ്പോർട്ടുകൾ അത് നിങ്ങൾ തന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അതിനകത്ത് പറയുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിശക്തമായി ഇടപെടാൻ CPIM തീരുമാനിച്ചു. നിങ്ങളുടെ ചാനലിൽ നിന്ന് കൂടി ഇറങ്ങി വന്ന് ഇപ്പൊ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന MP നികേഷ് കുമാറിന് സംസ്ഥാന കമ്മിറ്റി അതിന് പ്രത്യേക ചുമതല കൊടുക്കുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തിപ്പെടാൻ. ആ വാർത്തയുടെ കൂടെ CPM-ന്റെ തീരുമാനമായിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. എന്താ കാര്യം? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സോഷ്യൽ മീഡിയ ടീമുമായി യോജിച്ചുകൊണ്ട് വേണം മന്ത്രിമാരുടെ ഓഫീസുകളും പാർട്ടി നിയോഗിക്കുന്ന ഈ സംഘവുമെല്ലാം പ്രവർത്തിക്കാൻ എന്ന് CPM ഇപ്പോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ CPM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമായിട്ട് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ PR പണിയെടുക്കാൻ നിങ്ങൾ തന്നെ വ്യക്തമാക്കിയതുപോലെ CPM-ന്റെ തീരുമാനമായിട്ട് നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ അതിശക്തമായ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട്. കഴിഞ്ഞ 7-8 വർഷമായിട്ടും അതുണ്ട്. അതങ്ങനെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു PR ഏജൻസിയെ കേരളത്തിലെ കോൺഗ്രസ് കൊണ്ടുവന്ന കനകൊലുവിനെ പോലെ ഏതെങ്കിലും ഒരു ഏജൻസിയെ പ്രത്യേകിച്ചോ പണം കൊടുത്ത് ഞങ്ങൾ നിയോഗിച്ചിട്ടില്ല. അത് സ്മൃതി നേരത്തെ പറഞ്ഞത് CPM-ഉം നിയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ്. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പറയുന്നതെന്ന് അറിയില്ല. CPM ആളുകളെ നിയോഗിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്, മറ്റു രംഗങ്ങളിലുണ്ട്. എങ്ങനെയാ? ഞങ്ങളുടെ പ്രവർത്തകരെ അതിൽ നിന്ന് സജീവമായി ഇടപെടാൻ പറ്റുന്നവർ, അവര് സന്നദ്ധ സേവനത്തിലൂടെ വരുന്നവരുണ്ട്, സ്വയമേവ വരുന്നവരുണ്ട്, അത്യാവശ്യം പാർട്ടി പ്രതിഫലം കൊടുത്ത് നിയോഗിക്കുന്നവരുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിന്റെ ഭാഗമായി ശമ്പളം കൊടുത്ത് നിയോഗിക്കപ്പെട്ടവരുണ്ട് എന്നല്ലാതെ ഏതെങ്കിലും PR ഏജൻസിയുടെ സേവനം CPM-ഓ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് വസ്തുതയാണ്. നിങ്ങൾ തന്നെയും ഈ കഴിഞ്ഞ ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്ത രാഷ്ട്രീയ വിവരമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ഇത്ര നേരമായിട്ടും നിഷേധിക്കാത്തത്? PR ഏജൻസി ഞങ്ങൾ നിയോഗിച്ചിട്ടില്ല എങ്കിൽ PR ഏജൻസിക്കെതിരെ നടപടിയെടുക്കണ്ടേ? നിയമ നടപടിക്ക് നീങ്ങണ്ടേ? കേസ് എടുക്കണ്ടേ? കാരണം ഈ നാടിനെ രണ്ടാക്കുന്ന രീതിയിൽ, വിഭജനമുണ്ടാക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കുന്ന രീതിയിലാണ് അഭിമുഖം വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് ഇമേജിന് കോട്ടമുണ്ടാക്കുന്ന രീതിയിലാണ് അഭിമുഖം വന്നത്, അല്ലേ? അപ്പോൾ അതിലൊരു പരാതിയുമില്ലേ? ഹിന്ദുവിനോടും പരാതിയില്ല, PR ഏജൻസിയോടും പരാതിയില്ല. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന, ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളോട് മാത്രമാണോ പരാതി? അങ്ങനെയാണോ? മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി പറയുന്നില്ല. PV അൻവർ വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ തുടങ്ങി. ഒരു ദിവസം 4 നേരം വെച്ച് ഡോക്ടർമാർ കുറിച്ചു കൊടുത്തതുപോലെ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്താൻ തുടങ്ങി. ആദ്യത്തെ 3 ദിവസവും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലല്ലോ. അപ്പോഴും നിങ്ങൾ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിക്ക് പ്രതികരണമില്ല, മുഖ്യമന്ത്രിയുടെ പ്രതികരണമില്ല. 1.25 മണിക്കൂർ എടുത്ത് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയപ്പോഴോ സമീപകാല ചരിത്രത്തിൽ മുഖ്യമന്ത്രി ദീർഘമേറിയ എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടുള്ള വാർത്താ സമ്മേളനം നടത്തി. ഇതും കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ ഈ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ നിയമ നടപടി സ്വീകരിക്കാനാണെങ്കിൽ ആദ്യം നിയമ നടപടി സ്വീകരിക്കേണ്ടത് മലയാളത്തിലെ ചാനലുകൾക്കെതിരെയും പ്രതിപക്ഷത്തിനെയും എതിരെയല്ലേ? എക്സ്പെൻഡിച്ചറും മുസ്തഫ, ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത്ര നേരമായിട്ടും ഇതിലൊരു പ്രതികരണം വരാത്തത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഓഫീസ് പറയാത്തത് ഇങ്ങനൊരു ഏജൻസിയെ ഞങ്ങൾ നിയോഗിച്ചിട്ടില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഹിന്ദുവിന്റെ വിശദീകരണം സ്വീകാര്യമാണെങ്കിൽ അതെങ്കിലും പറയൂ. ഹിന്ദുവിന്റെ ഖേദപ്രകടനം സ്വീകാര്യമാണെങ്കിൽ അതെങ്കിലും ഒന്ന് പറയൂ. ഞാൻ പറഞ്ഞ ഭാഗം ഒന്ന് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ നിയമ നടപടി എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് എസ്റ്റിമേറ്റും എക്സ്പെൻഡിച്ചറും ഇത് വെച്ചിട്ട് നിങ്ങളുടെ ചാനലുകളെല്ലാം കൂടിയിട്ട് ഒരു പകൽ മുഴുവൻ ചർച്ചകൾ നടത്തിയല്ലോ. എപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതികരണം വന്നത്?
നിങ്ങൾ രാവിലെ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതാ ആക്ച്വൽസ് എക്സ്പെൻഡിച്ചർ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വയനാടിനെ അപമാനിച്ചുകൊണ്ട്, കേരളത്തെ അപമാനിച്ചുകൊണ്ട്, ഈ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങളെ മുഴുവൻ നാണം കെടുത്തിക്കൊണ്ട് നിങ്ങൾ വാർത്തകൾ നൽകിയപ്പോൾ അന്ന് വൈകുന്നേരമല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദീകരണ കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളൂ. മുഖ്യമന്ത്രിയുടെ പ്രതികരണം പിന്നെയും 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ വാർത്ത കൊടുത്ത ദിവസം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇതെല്ലാം പ്രതികരിക്കേണ്ട സമയത്ത് നിഷേധിക്കേണ്ട സമയത്ത് നിഷേധിക്കുകയും നടപടി സ്വീകരിക്കാനാണെങ്കിൽ, എല്ലാത്തിനും കേസ് കൊടുക്കാനാണെങ്കിൽ ആദ്യം ഈ ദുരന്തബാധിത ഭൂമിയെയും അവിടുത്തെ ജനങ്ങളെയും ഈ മനുഷ്യരെയും മുഴുവൻ കള്ളന്മാരും അവരെല്ലാം പിടിച്ചുപറിക്കാനും തെറ്റായ കണക്ക് കൊടുക്കുന്നവരും ഒക്കെയാക്കി അവതരിപ്പിച്ച നിങ്ങൾക്കെല്ലാം എതിരെയല്ലേ ആദ്യം പോകേണ്ടത്. PR ഏജൻസിയുടെ പ്രശ്നം ഇന്നല്ലേ വന്നിട്ടുള്ളൂ. നിങ്ങളൊക്കെ നൽകുന്ന വ്യാജ വാർത്തകൾക്കെതിരെ കൊടുക്കാൻ ഇറങ്ങിയാൽ, നടത്തുന്ന പ്രസ്താവനകൾക്കെതിരെ, ഇതുപോലുള്ള ചർച്ചകളിൽ പോലും ഡോക്ടർ ജിൻഡോയെ പോലുള്ള ആളുകൾ പോലും ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ, അതിനെല്ലാം എതിരെ അങ്ങനെയാണ് പോകേണ്ടത്. അത് സംവാദത്തിന്റെ ഒരു മണ്ഡലം. അതിൽ നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ തുറന്നു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാഗം പറയുന്നു. അതല്ലാതെ ഇതെല്ലാം ഇങ്ങനെ അപ്പോൾ നിഷേധിച്ച് നിങ്ങൾ പോയോ എന്നൊന്നും ചോദിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നുള്ളത് ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം നോക്കുക. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഞാൻ ഈ PR ഏജൻസിയുടേതല്ലാത്ത ഇതുമായി മറുപടി പറയാൻ മറ്റു വിഷയങ്ങൾ ബന്ധപ്പെടുത്തുമ്പോൾ സ്മൃതി സ്വീകരിച്ച സമീപനം എന്താ? അയ്യോ, ഞങ്ങൾക്ക് ആകെ 1 മണിക്കൂറേ ഉള്ളൂ, 46 മിനിറ്റേ ഉള്ളൂ, നിങ്ങൾ അതിൽ ഒതുങ്ങി നിൽക്കണം, പറയാതൊന്നും പറയല്ല. ജിൻഡോ ഏതെല്ലാം ചോദിച്ചത്? തൃശ്ശൂരിലെ പൂരം, ADGPയുടെ വിഷയം, അതുപോലെ മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഇടപെട്ടോ? സംസാരിച്ചത് PR ഏജൻസിയുടെ വിഷയമാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കേട്ടില്ല, നിങ്ങൾ പറഞ്ഞത് കേട്ടില്ല. ADGPയുടെ വിഷയത്തിന്റെ തുടർച്ചയാണല്ലോ ഇത്, ശ്രീ VPP മുസ്തഫ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കയറെടുത്ത് കാളവെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുത്ത് നിലവിളിക്കുന്ന വിഷയം തന്നെയാണ് ഞാൻ പറയുന്നത്. അതിൽ നിങ്ങൾ പാളിപ്പോകുന്നത്, നിങ്ങൾക്ക് ദശകൾ സംഭവിക്കുന്നത്, ആ വാർത്തകൾ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയത്തെ എഡിറ്റേഴ്സ് മീറ്റിലോ മറ്റു കാര്യങ്ങളിലോ തിരുത്തി പറയേണ്ടി വരുന്നത്. ശരി ജിൻഡോ, നിങ്ങൾ DGPക്ക്, യൂത്ത് കോൺഗ്രസ് DGPക്ക് പരാതി കൊടുക്കുന്നു, യൂത്ത് ലീഗും DGPക്ക് പരാതി കൊടുക്കുന്നു. മുഖ്യമന്ത്രി തീരുമാനിക്കും എപ്പോൾ പ്രതികരിക്കണമെന്ന്, കേസെടുക്കണമെന്നതും മുഖ്യമന്ത്രി തീരുമാനിക്കും. അത് മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന സമയത്തല്ല, പ്രതിപക്ഷം നിശ്ചയിക്കുന്ന സമയത്തല്ല. അല്ല സ്മൃതി, അത് മുഖ്യമന്ത്രി തീരുമാനിക്കും. പക്ഷേ മുഖ്യമന്ത്രി എത്ര വൈകി തീരുമാനിക്കും എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം കാത്തിരിക്കുന്നത്. കാരണം ഇന്നലെ ഹിന്ദു പത്രത്തിൽ മിനിഞ്ഞാന്ന് വാർത്ത വന്നിട്ട് ഇന്നലെയാണ് ഇവരൊരു വിശദീകരണ കുറിപ്പ് ചോദിക്കുന്നത്. അതായത് ഏകദേശം 10-36 മണിക്കൂറുകൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി വിശദീകരണ കുറിപ്പ് ചോദിക്കുന്നു. ഞൊടിയിടയിൽ വിശദീകരണം വരുന്നു. അതൊക്കെ നമ്മൾ കണ്ടു. ആ 36 മണിക്കൂറിനിടയിൽ BJPക്ക് വേണ്ടത്ര മെറ്റീരിയൽസ്, ഇനി വരുന്ന കാലം മുഴുവൻ ഉപയോഗിക്കാനുള്ള മെറ്റീരിയൽസ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യാൻ ഇവർക്ക് സാധിച്ചു. അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് സൈബർ സഖാക്കന്മാരെയും പാർട്ടിയുടെ ന്യായീകരണ തൊഴിലാളികളെയും ഒക്കെ ദയാവധത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി 10-36 മണിക്കൂർ മൗനത്തിലായിരുന്നത് വടക്കുള്ള BJPക്കാരെ തൃപ്തിപ്പെടുത്താനുള്ള മെറ്റീരിയൽ ഹിന്ദു പത്രത്തിൽ കൊടുത്തു, തെക്കുള്ള സൈബർ കമ്മികളെ തൃപ്തിപ്പെടുത്താനുള്ള മെറ്റീരിയൽ അതിനുശേഷം വിശദീകരണ കുറിപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടും കൊടുത്തു. അപ്പൊ ആ കാര്യം തീർന്നു. വിശദീകരണ കുറിപ്പ് വന്നപ്പോൾ അടുത്ത പ്രശ്നം CPM-നെ ബാധിക്കുന്നു, മുഖ്യമന്ത്രിയെ ബാധിക്കുന്നു. അത് ഹിന്ദു പത്രത്തിന്റെ വിശദീകരണ കുറിപ്പിൽ പറയുന്നു, ഇങ്ങനെ ഒരു PR ഏജൻസി ഉണ്ട്, അവരുടെ പ്രതിനിധികൾ എഴുതി തയ്യാറാക്കി തന്ന കുറിപ്പ് മുഖ്യമന്ത്രിയുടെ പേരിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി മറ്റൊരു 30-35 മണിക്കൂർ മൗനത്തിലേക്ക് പോവുകയാണ്. ഈ മുഖ്യമന്ത്രി ഇങ്ങനെ മൗനത്തിലേക്ക് പോകുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ സംശയം RSSന്റെ ഏജൻസി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ PR ഏജൻസി ആയത് എന്ന് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഒപ്പം താമസിക്കുന്ന റിയാസ് മന്ത്രിക്ക് പോലും അതിനൊരു കൃത്യമായിട്ടുള്ള മറുപടിയില്ല. ഒരു പഴയകാല ചരിത്രമൊക്കെ പറഞ്ഞിട്ട് പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ഈ നിങ്ങൾ ഈ സൈബർ സഹാക്കന്മാരൊക്കെ ഇങ്ങനെ വിട്ടു തന്നിട്ടാണല്ലോ നിങ്ങൾ ഈ പറയുന്നത്. ഇപ്പോൾ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാനീയനായ LDFന്റെ പ്രതിനിധി പോലും ഇക്കാര്യത്തിന് ഒന്നും മറുപടി ഇല്ലാതെ മറ്റേതൊക്കെയോ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തിന്റെ റൂട്ട് തന്നെ മാറിപ്പോയി ചർച്ചയുടെ. ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, PR ഏജൻസി ഉണ്ടായിട്ടും പിണറായി വിജയന്റെ അവസ്ഥ ഇതാണെങ്കിൽ, 12 ഉപദേശകരും PR ഏജൻസിയും ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇദ്ദേഹത്തിന്റെ അവസ്ഥ? പരമ പരാജയമായിരിക്കില്ലേ? ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന കനകോലുവിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് വലിയ ധാരണയുണ്ട്. കനകോലുവിനെ നിങ്ങൾ വിമർശിക്കുന്നു. കോൺഗ്രസ്സുകാരനായിട്ടുള്ള കനകോലുവിനെ ഞങ്ങളുടെ പ്രചരണ പരിപാടികളുടെ നേതൃത്വം ഏൽപ്പിച്ചത് ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നാണ്.
അല്ലാതെ നിങ്ങളുടെ PR ഏജൻസിയെ പോലെ RSSന്റെ ശാഖയിൽ ഒളിച്ചിരിക്കുന്ന ആളുകളെ വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റാത്ത അത്ര ആർജവമില്ലാത്ത പ്രവൃത്തി കോൺഗ്രസ് ചെയ്തിട്ടില്ല. കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്യുന്നു. കോൺഗ്രസ്സുകാരനായിട്ടുള്ള കനകോലുവിനെ ഞങ്ങളുടെ പ്രചരണ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ പണികളൊക്കെ ചെയ്തത് RSSകാരല്ലേ, സംഘപരിവാർ ഏജൻസി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെന്നും ഇല്ലെന്നും മാറി മാറി പറയുന്ന അവസ്ഥയാണ് നിങ്ങൾക്ക്. ഈ ചെഗുവേരയുടെ പടം നാട്ടിലെ ഓട്ടോറിക്ഷക്കാർ മുതൽ പാർട്ടിയുടെ സൈബർ സഖാക്കന്മാരും അല്ലാത്തവരൊക്കെ ബനിയനിൽ വരെ കുത്തുന്നുണ്ട്. ഈ ചെഗുവേര ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആദ്യത്തെ അടി കാരണബോധന്റെ കരണത്തായിരിക്കും. ശ്രീ ബഷീർ വള്ളിക്കുന്ന്, ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിലപാട് മാറ്റം താങ്കളുടെ ശ്രദ്ധയിലും പെടുന്നുണ്ടോ? ഈ കേരള സ്റ്റോറിക്കെതിരെ ഒരുമിച്ച് നിന്നതാണ് കേരളം, അറിയാമല്ലോ. ഇപ്പോൾ മലപ്പുറം സ്റ്റോറി എന്ന രൂപത്തിൽ പോലീസ് നൽകുന്ന റിപ്പോർട്ട് അതേപടി അവതരിപ്പിക്കുന്നു. അതിനെതിരെ ഉള്ള കാരണങ്ങളും വിഷയങ്ങളും അവിടെ മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് നിരത്തപ്പെട്ടിട്ടും പോലീസ് പറയുന്ന അതേ ഭാഷ്യത്തിൽ പോലീസിൽ RSS വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു കേരള പോലീസ് എന്ന LDFിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നിട്ടും അതേ റിപ്പോർട്ട് അവിടെ അവതരിപ്പിക്കുന്നു. മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇപ്പോൾ CPM ഉദ്ദേശിക്കുന്നത്? അതെ, CPM ഉദ്ദേശിക്കുന്നത് എന്താണെന്നത് വളരെ ആശങ്കപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് പോകാനാണ് പലപ്പോഴും നമ്മളിപ്പോ ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുന്നത്. എല്ലാ വർഗീയതയെയും ഒരുപോലെ എതിർക്കണം. ആ CPM നിലപാടുകളോടൊന്നും നമുക്ക് ഒരു വിയോജിപ്പുമില്ല. CPM നിലപാടുകളുടെ കൂടെ തന്നെയാണ്. അത് ന്യൂനപക്ഷ വർഗീയത ആണെങ്കിലും ഭൂരിപക്ഷ വർഗീയത ആണെങ്കിലും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. പക്ഷേ സംഘപരിവാരത്തിന്റെ പ്രോപ്പഗണ്ട മിഷനറിക്ക് അവർക്ക് വേണ്ട ഉരുപ്പടികൾ എത്തിച്ചു കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു ആഭ്യന്തര സിസ്റ്റമായി ആഭ്യന്തര വകുപ്പും ആഭ്യന്തര വകുപ്പിന്റെ പോലീസ് സംവിധാനങ്ങളും ഒക്കെ മാറുന്നതിലുള്ള ഭയമാണ് നമുക്കുള്ളത്. ഇപ്പോ ഈ സ്വർണ്ണക്കടത്ത് ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഉന്നയിച്ച ആരോപണങ്ങളുടെ മെറിറ്റിലേക്കല്ല പോകുന്നത്. ഉന്നയിച്ച ആരോപണങ്ങളുടെ മെറിറ്റിലേക്ക് ഇതുവരെ അന്വേഷണം പോയിട്ടില്ല. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇങ്ങനെ സ്വർണം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതാർക്ക് വേണ്ടി കൊണ്ടുവരുന്നു, അതാരയക്കുന്നു എന്ന് ഇത്രയധികം കേസുകളുണ്ട് എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഇത്രയധികം കേസുകൾ, ഇത്ര ടൺ സ്വർണം പിടിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഇത് ആർക്ക് വേണ്ടിയാണ് കേരളത്തിൽ കൊണ്ടുവരുന്നത് എന്ന് ആഭ്യന്തര വകുപ്പിന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ കസ്റ്റംസിന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. മറിച്ച് ഇത് കൊണ്ടുവരുന്ന കാരിയേഴ്സ് ഇപ്പൊ 50,000 രൂപക്കോ 40,000 രൂപക്കോ മറ്റ് ജീവിത പ്രയാസങ്ങളിൽ ചിലപ്പോ കുറച്ച് കാശിന് അത്യാവശ്യം നേരിട്ടിട്ട് അത് കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന കാരിയേഴ്സിനെയാണ് പിടിക്കുന്നത്. ഇപ്പൊ കാരിയേഴ്സ് കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ ചിത്രം സ്കാനറിൽ പതിയുമ്പോൾ കസ്റ്റംസ് പോലീസുകാരെ വിളിക്കുകയാണ്. കസ്റ്റംസ് അവിടെ പിടിക്കുകയല്ല ചെയ്യുന്നത്, ഈ പോലീസുകാരെ വിളിച്ചിട്ട് വിവരം കൊടുക്കുകയാണ്. ഈ പോലീസുകാരൻ കരിപ്പൂർ എയർപോർട്ടിന്റെ സമീപ പ്രദേശം 2-3 കിലോമീറ്ററുകൾക്കുള്ളിൽ ഇവരെ പിടിക്കുന്നു. ഇവരെ പിടിച്ചിട്ട് ഈ സ്വർണം എടുക്കുന്നു. സ്വർണം എടുത്തിട്ട് നേരെ പോകുന്നത് കൊണ്ടോട്ടിയിലെ തട്ടാന്റെ അടുത്തേക്കാണ് വിൽക്കാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്നിട്ട് ആ തട്ടാൻ ഇപ്പൊ 2-3 കൊല്ലം കൊണ്ട് തട്ടാൻ ഉണ്ടാക്കിയ സംവിധാനം ഇപ്പൊ യൂസഫലിയേക്കാൾ വലിയ വീട് വെച്ചിട്ടാണ് അയാൾ ഇരിക്കുന്നത്. അപ്പോ 1 കിലോ സ്വർണം പിടിച്ചാല് അത് 400 ഗ്രാം 500 ഗ്രാം രേഖയിലാക്കിയിട്ട് പിന്നെ ഈ കൊണ്ടുവന്ന കാരിയർക്കും അവസാനം പാരിതോഷികം കൊടുത്തിട്ട് കേസ് അവസാനിപ്പിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ പോലീസിന്റെയും ഈ ആഭ്യന്തര വകുപ്പിന്റെയും ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് ഇപ്പൊ ആന്റി നാഷണൽ ദേശവിരുദ്ധ പ്രവർത്തനം എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ദേശവിരുദ്ധ പ്രവർത്തനമാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. പക്ഷേ ഈ സ്വർണം എങ്ങോട്ടെത്തുന്നു? ആരാണ് കൊണ്ടുവരുന്നത്? ആരാണ് കൊടുത്തയച്ചത്? എങ്ങോട്ടാണ്? ആർക്ക് വേണ്ടിയാണ്? അന്വേഷണം നടക്കണ്ടേ? അപ്പൊ ഈ അന്വേഷണം നടക്കേണ്ട വിഷയത്തിൽ അന്വേഷണം നടത്താതെ ഈ ഒരു ജില്ലയുടെ കണക്ക് മാത്രം പറഞ്ഞ്, ജില്ലയിൽ നിന്ന് പിടിച്ചിട്ടുള്ള കണക്ക് മാത്രം പറഞ്ഞ് സംഘപരിവാരത്തിന്റെ പ്രോപ്പഗണ്ട മിഷനറിക്ക് മെറ്റീരിയൽ കൊടുക്കുന്ന പണി നിർത്തണം. അതാരായിരുന്നാലും നിർത്തണം. അതാണ് പറയാനുള്ളത്. ശരി, അവസാനമായി ശ്രീ ഷാജി രാഘവൻ, BJPക്ക് ഇക്കാര്യത്തിൽ ഇനി അവസാനമായി എന്താണ് പറയാനുള്ളത്? സ്മൃതി, എനിക്കൊരു ഇക്കാര്യത്തിലൊരു പരാതിയാണുള്ളത്. കാരണം ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ജിൻഡോ ജോൺ, കോൺഗ്രസിൻ്റെ പ്രതിനിധി, ശുദ്ധ വിവരക്കേടുകൾ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് RSSന്റെ PR കമ്പനിയായിട്ടുള്ള കെയ്സൻ എന്നൊക്കെ വിശദീകരിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ആവശ്യമായൊരു സമയം എനിക്ക് കിട്ടണ്ടേ? ഈ ചർച്ചയിൽ ഇനിയിപ്പോൾ എനിക്ക് 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇതിനൊക്കെ എങ്ങനെയാണ് മറുപടി പറയാൻ സാധിക്കുക? അതുകൊണ്ട് ഞാൻ എൻ്റെ വിയോജിപ്പ് ആദ്യം തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ എനിക്ക് മറുപടി പറയാനുള്ളത് ജിൻഡോ ജോണിനോടും രാഷ്ട്രീയ നിരീക്ഷകനായി പങ്കെടുക്കുന്ന ശ്രീ ബഷീർ വള്ളിക്കുന്നിനോടുമാണ്. ബഷീർ വള്ളിക്കുന്ന് ഒരു കാര്യം പറയുകയുണ്ടായി. BJP വളരെ മനഃപൂർവ്വമായി മലപ്പുറം ജില്ലയുടെ പാരമ്പര്യത്തെയും റദ്ദ് ചെയ്തുകൊണ്ട് ചില ഇമേജുകൾ അവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെ തീവ്രവാദത്തിൻ്റെയും അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെയൊക്കെ ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കും. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയെ പറ്റിയിട്ട് ആ തരത്തിലുള്ള ധാരണയില്ല ശ്രീ ബഷീർ.
കാരണം മലപ്പുറം ജില്ലയുടെ പാരമ്പര്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കള്ളക്കടത്തിന്റെയോ അല്ലെങ്കിൽ കുഴൽപ്പണത്തിന്റെയോ പാരമ്പര്യമല്ല. അവിടെ മറിച്ച് ഞാൻ സംസാരിച്ചോട്ടെ നിങ്ങൾക്ക് ആവശ്യത്തിന് സമയം കിട്ടും. ദയവ് ചെയ്ത് ഞാൻ ഞാൻ സംസാരിക്കണമെങ്കിൽ അവർ ഇടപെടില്ല എന്നുള്ള ഉറപ്പ് തരണം. അത് ശരിയല്ല, അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. മലപ്പുറം ജില്ലയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെയും അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെയും മലയാളത്തിൻ്റെ മണമുള്ള മണ്ണിൻ്റെ പാരമ്പര്യമാണത്. അവിടെ ഈ തരത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ കള്ളക്കടത്തിൻ്റെയും അതേപോലെ തന്നെ കരിഞ്ചന്തയുടെയും അതേപോലെ തന്നെ കുഴൽപ്പണത്തിൻ്റെയും ചർച്ച കേന്ദ്രീകൃതമാകുന്ന ഒരു ജില്ലയായി മലപ്പുറം ജില്ലയെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഒന്നാമത് ഈ പറയുന്ന VPP മുസ്തഫയും ജിൻഡോ ജോണും പ്രതിദാനം ചെയ്യുന്ന 2 മുന്നണികളാണ്. ശരി, അവർ നടത്തിയിട്ടുള്ള കാലാകാലങ്ങളായി 4 വോട്ടിന് വേണ്ടി നടത്തിയിട്ടുള്ള ന്യൂനപക്ഷ പ്രീണനമുണ്ട്. ഇന്ന് ഈ സമയത്ത് പോലും ജിൻഡോ ജോണിനെപ്പോലുള്ളവർ ഇവിടെ വന്ന് പറയുമ്പോൾ RSSന്റെ പേരെന്തിനെ ആവർത്തിച്ച് RSS BJP ഈ വിഷയത്തിൽ അവർക്ക് എന്ത് ബന്ധമാണുള്ളത്? ഇത് പറയുന്നതിന്റെ താല്പര്യം ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച മലപ്പുറം ജില്ലയെ ഈ ശരി, മുഖ്യമന്ത്രിയുടെ ഓഫീസും മൗനം വെടിയുന്നത് എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. ADGPയുമായി ബന്ധപ്പെട്ടായിട്ട് മുഖ്യമന്ത്രി റിപ്പോർട്ട് കിട്ടാൻ കാത്തിരിക്കുന്നതാണ് ഈ അവസാന നിമിഷവും CPയോട് പറഞ്ഞിരിക്കുന്നത്. വളരെ നന്ദി ഡോക്ടർ ജിൻഡോ ജോൺ, ഡോക്ടർ VPP മുസ്തഫ, ഷാജി രാഘവൻ, ബഷീർ വള്ളിക്കുന്ന് ചർച്ചയിൽ പങ്കെടുത്തതിന്.